ശ്രീ സോമൻ കോലപ്പ, ഈ തവണ നമുക്കുണ്ടായ ഏറ്റവും വലിയ മഹാഭാഗ്യമെന്ന് പറയുന്നത് ഹോക്കിയിലുള്ള തിരിച്ചുവരവാണ്. അതിനെ എങ്ങനെ കാണുന്നു? അത് എങ്ങനെ ഊർജ്ജമാകും വരും കാലങ്ങളിൽ? വിക്ടറി, നമുക്കിപ്പോൾ കിട്ടിയ വിക്ടറി എന്ന് പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്. ഇനി വരാൻ പോകുന്ന റിയോ ഒളിമ്പിക്സ് പ്ലസ് നമ്മൾ ആക്ച്വലി ഒരു പാസ്റ്റ് ഗ്ലോറി, നമ്മൾ ഒരു 8 പ്രാവശ്യമാണ് നമ്മൾ മെഡൽ വിൻ ചെയ്തിട്ടുള്ളത് ഒളിമ്പിക്സിൽ. അപ്പോൾ ആ സ്റ്റേജിലോട്ട് നമ്മൾ ഇപ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ ഇപ്പോൾ പ്രസൻറ്റ് വിക്ടറി, എസ്പെഷ്യലി ശ്രീജേഷ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു താരമാണ്. പുള്ളി ഒരു ഇൻഡിവിജ്വൽ പ്ലെയർ എന്നുള്ള രീതിയിൽ ആ ടീമിനെ മോട്ടിവേറ്റ് ചെയ്തത് മാത്രമല്ല ആ ഒരു ഗോളിലോട്ട് എത്തിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഇതൊരു എനി ഗെയിം ഇപ്പോൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഓരോ ഇതും നമുക്ക് സിസ്റ്റമാറ്റിക് ട്രെയിനിങ് കൊടുത്ത് കൺസേൺ പ്ലെയറെ മോട്ടിവേറ്റ് ചെയ്യുകയും വേണം. മോട്ടിവേഷൻ ഇൻ ദ സെൻസ് എല്ലാ തരത്തിലും അവർക്ക് സിസ്റ്റമാറ്റിക് പ്ലാനിങ്, സിസ്റ്റമാറ്റിക് ട്രെയിനിങ്, സിസ്റ്റമാറ്റിക് കോൺട്രിബ്യൂഷൻ പ്ലസ് മോട്ടിവേഷൻ, പിന്നെ അവർക്കുള്ള ഫെസിലിറ്റീസ്, ബേസിക് ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്. ഒരു പ്ലെയർ എന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ വിൻ ചെയ്തിരിക്കുകയാണ്, ഇറ്റ്സ് എ ഗ്രേറ്റ് കോൺട്രിബ്യൂഷൻ ഫ്രം ദ ഇന്ത്യൻ ടീമാണ്. കാരണം നമുക്കിപ്പോൾ ഇനി ആങ്സൈറ്റി ഇല്ല, ഇനി ക്വാളിഫൈ ഒളിമ്പിക്സിന് ചെയ്യണമുള്ള വേണ്ടിയുള്ള ആ ആങ്സൈറ്റി ഇല്ല. സ്ട്രൈറ്റ് അവേ ദേ ക്യാൻ പ്രിപ്പയർ ദംസെൽസ് ഫോർ ദി ഒളിമ്പിക്സ്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അടുത്ത തലമുറയും കൂടെ ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാക്കാനുള്ള സമയം ആയിക്കഴിഞ്ഞു. കാരണം ഇനിയിപ്പോൾ ഇവരെല്ലാം ജൂനിയേഴ്സാണ്. ഇത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് എന്ത് ചെയ്യാൻ പോകുന്നു? അപ്പോൾ അതിനുള്ള എന്താ ചെയ്യണം, അതിനുള്ള ട്രെയിനിങ്, ഇപ്പോൾ പറഞ്ഞ പോലെ സ്പോർട്സ് ഹോസ്റ്റൽസ്, സായി സ്കീംസ്, ലോട്ട് ഓഫ് ഇത്, അതിലെല്ലാം ഈ നല്ല പ്ലേയേഴ്സെ കണ്ടെത്തുക. അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ബിഗിനേഴ്സ്, ഡെവലപ്പേഴ്സ്, ഇംപ്രൂവേഴ്സ്, ഈ 3 സ്റ്റേജ് അത് നമ്മൾ അതിൽ കണ്ടുപിടിക്കണം. അതിന് ഈ ബിഗിനേഴ്സിന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ അക്കാഡമിയിൽ നിന്ന് നമ്മൾ റൂട്ട് ഔട്ട് ചെയ്ത് നല്ല പ്ലേയേഴ്സെ കണ്ടുപിടിക്കുക. അത് നെക്സ്റ്റ് അടുത്ത് അവരെ ഡെവലപ്പിംഗ് സ്റ്റേജിലോട്ട് പുഷ് ചെയ്യുക. ഫ്രം ഡെവലപ്പിംഗ് സ്റ്റേജ് നെക്സ്റ്റ് അവർ പോകുന്നത് ഇംപ്രൂവിംഗ് സ്റ്റേജാണ്. ഇംപ്രൂവിംഗ് സ്റ്റേജ് വരുന്ന സമയത്താണ് അവർ കൺട്രി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിന് പിന്നെ കൺട്രിക്ക് വേണ്ടിയോ ആ സ്റ്റേറ്റിന് വേണ്ടിയോ അവരുടെ കോൺട്രിബ്യൂഷൻ അതിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ശ്രീജേഷിൻ്റെ തുടക്കം നോക്കിയാൽ തന്നെ ശ്രീജേഷ് ഒരു ജീവിരാജ സ്പോർട്സ് സ്കൂളിൻ്റെ സ്റ്റുഡൻ്റായിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് പുള്ളിയുടെ തുടക്കം സ്റ്റാർട്ടാകുന്നത്. കാരണം ആ ജീവിരാജ സ്പോർട്സ് സ്കൂളിലെ പുള്ളിക്ക് കിട്ടിയ ഫെസിലിറ്റിയും പിന്നെ അത് കഴിഞ്ഞ് പുള്ളി ഒരു അത്ലറ്റിക്സിൽ നിന്നാണ് പുള്ളി ഹോക്കിയിലോട്ട് വരുന്നത്. അന്ന് പുള്ളി ഒരു പാഡ് കെട്ടാൻ പറയുന്ന സമയത്ത് പോലും പുള്ളിക്ക് ഒരു പാഡ് വാങ്ങാനുള്ള സൗകര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ പുള്ളിയുടെ ഫാദറെ നമ്മൾ കണ്ട് സംസാരിച്ചു. അന്ന് ഞാൻ ജീവിരാജ സ്പോർട്സ് സ്കൂളിൽ ഞാനും പുള്ളിയുടെ ഒരു പരിശീലനം ഇരുന്നു കൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽസ് പറയുന്നു. അപ്പോൾ ആ സമയത്ത് അവർ വില്ലിങ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ശ്രീജേഷിൻ്റെ തുടക്കം. ഫസ്റ്റ് ശ്രീജേഷിൻ്റെ ഇൻ്റർനാഷണൽ എക്സ്പോഷർ എന്ന് പറയുന്നത് 2004 ഓസ്ട്രേലിയയിൽ പെർത്തിൽ നടന്ന ടെസ്റ്റ് സീരീസാണ്. അവിടെയാണ് ശ്രീജേഷ് ആദ്യമായിട്ട് ശ്രീജേഷിന് കിട്ടുന്ന ഇൻ്റർനാഷണൽ എക്സ്പോഷർ. അതിലാണ് അവിടെ നിന്നാണ് തുടക്കം. സോ ദാറ്റ് മീൻസ് ഹി ഹാസ് സ്റ്റാർട്ടഡ് സിസ്റ്റമാറ്റിക്കലി. അത് കഴിഞ്ഞാണ് നെക്സ്റ്റ് 2005 വേൾഡ് കപ്പ്, ജൂനിയർ വേൾഡ് കപ്പ്. പിന്നെ അത് കഴിഞ്ഞ് 1 by 1 ശ്രീജേഷിൻ്റെ തുടക്കം തുടങ്ങിയവരാണ്. 2010 വേൾഡ് കപ്പ്, പിന്നെ 2012 ലണ്ടൻ ഒളിമ്പിക്സ്, അങ്ങനെ 1 by 1 ആണ്. അതിൻ്റെ ഇടയ്ക്ക് 2011 ഓർഡോസ് മറ്റേ ചാമ്പ്യൻസ് ട്രോഫി ഉണ്ടായിരുന്നു. അപ്പോൾ ശ്രീജേഷ് അങ്ങനെ എവറി സ്റ്റെപ്പിൽ ശ്രീജേഷ് ഹാസ് പ്രൂവ്ഡ് ദാറ്റ് ഈസ് ബൈ ടേക്കിംഗ് കറക്റ്റ് എഫേർട്സ് നമുക്ക് ഇതിലോട്ട് നമുക്ക് വി ക്യാൻ ഡു വണ്ടേഴ്സ് ഫോർ അവർ നോട്ട് ഓൺലി ഫോർ ദ സ്റ്റേറ്റ്, ഫോർ ദ കൺട്രി എന്നുള്ളത് പുള്ളി പ്രൂവ് ചെയ്തു. സോ നമ്മളിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ലോട്ട് ഓഫ് ടാലൻസ് ആർ ദർ. അവരെ നമ്മൾ കണ്ടുപിടിച്ച് അവർക്ക് വേണ്ട ട്രെയിനിങ് അത് ഏത് രീതിയിൽ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് വാട്ട് ഈസ് നൗ. ഇപ്പോൾ കാരണം വെച്ചാൽ നമ്മൾ ഇപ്പോൾ വിൻ ചെയ്തല്ലോ പറഞ്ഞിട്ട് ഹാപ്പി ആയിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. ഇത് വിൻ ചെയ്യുമ്പോഴും ഗോൾഡ് മെഡൽ നേടുമ്പോഴും നമ്മുടെ ദൗർബല്യങ്ങൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. പെനാൽറ്റികൾ ഗോളാക്കി മാറ്റുന്നതിൽ ഉൾപ്പെടെയുള്ള നമ്മുടെ ദൗർബല്യങ്ങൾ ചർച്ച ചെയ്യുകയും വേണം, അത് കാണുകയും വേണം. തീർച്ചയായിട്ടും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പം ഡിഫൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിഫൻഡേഴ്സ്, മിഡ്ഫീൽഡേഴ്സ്, ഫോർവേഡ്സ് എങ്ങനെയാണ് പറയുന്നത്. ഇപ്പോൾ ആക്ച്വലി മിഡ്ഫീൽഡേഴ്സാണ് ഇപ്പോൾ ഗോൾ സ്കോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വാട്ട് അബൌട്ട് ഫോർവേഡ്സ്? ഇപ്പോൾ ഫോർവേഡ്സ് ആക്ച്വലി അവർ സ്കോറിംഗ് എബിലിറ്റി കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാമൻദീപ് സിംഗ്, SV സുനിൽ അങ്ങനത്തെ ഫോർവേഡ്സ് അവർ കളിക്കുന്ന സമയത്ത് ഇപ്പോൾ SV സുനിലിന് ആക്ച്വലി പാകിസ്ഥാനുമായിട്ട് കിട്ടിയ ഫീൽഡ് ഗോൾ തന്നെ നമുക്ക് പാകിസ്ഥാനെ തോപ്പിക്കാമായിരുന്നു. വാട്ട് ഹാപ്പൻ, ഈ മിസ്ഡ് ഗോൾഡൻ ചാൻസ് ആണ് പുള്ളി മിസ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് ആ മാച്ച് കണ്ടാൽ മനസ്സിലാവും. SV സുനിലിന് കിട്ടുന്നത് ക്രോസ് ആണ്. അത് ശരിക്കും പറഞ്ഞാൽ ഗോൾ കീപ്പർ വരെ ബീറ്റിനായിരിക്കുന്ന സമയത്ത് പുള്ളിക്ക് ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അത് ഗോളാവും. അപ്പോൾ അവിടെ പെർഫെക്ഷൻ ഇല്ല. സോ എക്സിക്യൂഷൻ നമ്മൾ അത് മാസ്റ്റർ ചെയ്തേ പറ്റുള്ളൂ. ഹൗ ടു സ്കോർ ഗോൾസ്. ഇപ്പോൾ ശ്രീജേഷ് ഹാസ് പ്രൂവ്ഡ് ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ഡിഫൻഡർ, ബെസ്റ്റ് ഗോൾ കീപ്പറിൻ്റെ നേരത്തെ ഏഷ്യയുടെ ബെസ്റ്റ് ഗോൾ കീപ്പർ പുള്ളി കിട്ടിയിട്ട് ഇപ്പോൾ ഹി ഹാസ് പ്രൂവ്ഡ് ദാറ്റ് ഈസ് എ വേൾഡ് ക്ലാസ് സ്റ്റാൻഡേർഡ് പ്രൂവ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ഇനിയിപ്പം ഇപ്പോൾ നെക്സ്റ്റ് ഒളിമ്പിക്സ് വരുന്ന സമയത്ത് വി ഹാവ് ടു പ്ലേ അഗൈൻസ്റ്റ് ദ യൂറോപ്യൻസ്, ഓസ്ട്രേലിയൻസ്. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ഗെയിം മാറിയേ പറ്റുള്ളൂ. ഫിറ്റ്നസ് ലെവലും സ്പോർട്സ് ജേർണലിസ്റ്റ് കൂടി നമ്മളൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ വിനോദ്, ഈ വലിയ നേട്ടം അല്ലെങ്കിൽ ഹോക്കി നേട്ടമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രീ സോമൻ കോലപ്പ അതിൻ്റെ കാരണങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ വലിയ നേട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴും നമ്മുടെ ദൗർബല്യങ്ങൾ, അതോടൊപ്പം തന്നെ
ഹോക്കിയിലെ ഈ നേട്ടം വരും കാലത്ത് എന്ത് പ്രതീക്ഷയാണ് നമുക്ക് നൽകുന്നത്? ഇത് നിലനിർത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ? രമേശ് ലാസ്റ്റിൽ പറഞ്ഞിടത്തുനിന്ന് തുടങ്ങാം. തീർച്ചയായിട്ടും ഏഷ്യൻ ഗെയിംസിന്റെ ഒരു വിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു ബിഗ് മൊറാൽ ബൂസ്റ്റർ തന്നെയാണ്. പക്ഷെ നമ്മൾ ഇന്നിപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ഹോക്കിയുടെ ബേസ് യൂറോപ്പും ഓസ്ട്രേലിയയാണ്. നമ്മൾ കോമൺവെൽത്ത് ഗെയിംസിൽ ഫൈനലിൽ അല്ലെങ്കിൽ കോമൺവെൽത്ത് ഗെയിംസിൽ നമ്മൾ ഹോക്കിയിൽ വെള്ളി മെഡൽ നേടുമ്പോൾ തന്നെ നമുക്ക് യൂറോപ്യൻ ടീമുകളുമായിട്ട് നമ്മൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ നമ്മൾ കണ്ടതാണ്. ഹോക്കി ഇന്ന് 70കളിൽ നിന്നെല്ലാം മാറി ഒരു ടോട്ടലി ഒരു പവർ ഗെയിമായി മാറിയിരിക്കുകയാണ്. അവിടെ ഡിഫൻസിൽ കളിച്ചാലും ഫോർവേഡിൽ കളിച്ചാലും മിഡ്ഫീൽഡിൽ കളിച്ചാലും സ്റ്റിക്കിന്ന് ഒരു മിനിറ്റ് പോലും ഒരു കളിക്കാരനും കണ്ണെടുത്ത് മാറ്റാൻ പറ്റാത്ത രീതിയിൽ ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള ഒരു നേരമില്ലാത്തൊരു കളിയാണ് ഹോക്കി. ആ കളിയിൽ നമ്മൾ ഇപ്പം ഒളിമ്പിക്സിലേക്ക് നമ്മൾ ഈ വിജയത്തോടുകൂടി നമ്മൾ പക്ഷേ ക്വാളിഫിക്കേഷൻ ഇത് ചെയ്തു. പക്ഷെ അവിടെ നമ്മൾ ബുദ്ധിമുട്ടാൻ പോകുന്നത് നമ്മൾ അവരുടെ പോലെ സ്പീഡും പവറും വെച്ച് കളിക്കാനായിട്ടുള്ള പ്രാപ്തി ഈ 2 കൊല്ലത്തിനകത്ത് നേടുക എന്നുള്ളത് തന്നെയാണ്. വളരെ നന്ദി ശ്രീ എ വിനോദ് പ്രതികരിച്ചതിന്. ഡോക്ടർ അഷ്റഫ്, ഹോക്കിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ക്രിക്കറ്റ് മാത്രമാണ് ആവേശം എന്ന നിലയിൽ നിലനിൽക്കുന്ന സമയത്താണ് ഹോക്കിയിൽ വീണ്ടും നമുക്കൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നു. അത് വലിയ രീതിയിലുള്ള ഊർജ്ജം നമുക്ക് തരുന്നു, ആവേശം തരുന്നു. ഇത് എത്രമാത്രം നിലനിർത്താൻ കഴിയും? അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു ഹോക്കി ഭാവിയിലേക്ക് ഉള്ള എത്തിനോട്ടമാണോ? തീർച്ചയായിട്ടും. ഞാനത് പറയാൻ കാരണം ഈ കഴിഞ്ഞ ഹേഗിൽ നടന്ന ലോക ഹോക്കി മത്സരങ്ങൾ നേരിട്ട് കണ്ട് റിപ്പോർട്ട് ചെയ്ത ആളാണ്. അന്ന് ശ്രീജേഷുമായിട്ട് കുറേ നേരം സംസാരിക്കാൻ അവസരം കിട്ടി. ശ്രീജേഷ് അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. 2-0 നമ്മൾ മുന്നേറി നിന്നിരുന്നു. വിനോദ് പറഞ്ഞൊരു പോയിന്റ് ഞാൻ അടിവരയിട്ട് പറയുകയാണ്. 2-0 നമ്മൾ മുന്നിട്ട് നിന്നിട്ട് 3-2 ബെൽജിയമായിട്ട് നമുക്ക് തോക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം അന്നത്തെ ആ ഹോക്കി കളിയുടെ ശൈലി ഇപ്പോൾ മാറ്റം വരുന്നിട്ടുണ്ട്. 70 മിനിറ്റും ഉള്ള ആ സമയ വ്യത്യാസവും പിന്നെ ഇടയ്ക്കുള്ള ഒരു ഇൻ്റർവെല്ലും അത് മാറി. ഈ പുതിയ സംവിധാനത്തിലേക്ക് വരുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹമാണ്. 15 മിനിറ്റ് വീതമുള്ള 4 ക്വാർട്ടറുകൾ. ആ സാഹചര്യത്തിൽ ഇന്ത്യക്ക് ശോഭിക്കാൻ കഴിയും. കാരണം ഈ പവർ ഹോക്കിയായിട്ട് മാറിയതോടുകൂടി ഒരു സെക്കൻഡ് പോലും ഹോക്കി സ്റ്റിക്കിൽ നിന്ന് കണ്ണ് മാറാൻ പറ്റാത്ത വിധത്തിലായി ഹോക്കി എന്നുള്ള പറഞ്ഞ് അതൊരു ശരിക്കുള്ള വിശകലനം തന്നെയാണ്. ആ രീതിയിലേക്ക് കളി മാറിയപ്പോൾ ഇന്ത്യയിലെ പഴയ ശൈലി മാറിപ്പോയി. ഇപ്പോൾ യൂറോപ്യന്മാർ നമ്മൾ പണ്ട് പഠിച്ചിരുന്ന ശൈലി, അതായത് പന്ത് ഹോക്കി സ്റ്റിക്കിൽ തറച്ചിട്ടിരിക്കുന്ന അല്ലെങ്കിൽ മാഗ്നറ്റിക് സ്റ്റിക്ക് പോലെ വയ്ക്കുന്ന സംവിധാനത്തിലേക്ക് അവരെത്തിക്കഴിഞ്ഞു. അവർക്ക് ആ പന്തുമായിട്ട് എത്രത്തോളം മുന്നേറാനും അതിനനുസരിച്ചുള്ള വേഗവും ഗതിവേഗവും അവർക്ക് കിട്ടിക്കഴിഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും നഷ്ടപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ പുതിയ ഫോർമാറ്റിൽ നമ്മൾ തിരിച്ചെത്തുന്നു. മാത്രമല്ല ഈ കഴിഞ്ഞ 2-3 വർഷത്തിനിടയിൽ ഒരു പുതിയ ആവേശവും ഒരു ഉള്ളിയും ഹോക്കിക്കുണ്ടായിരിക്കുന്നു. അതൊരു വലിയ സന്ദേശം തന്നെയാണ്. പിന്നെ എടുത്തു പറയാൻ കാരണം ശ്രീജേഷ് അന്ന് ഈ മത്സരം കഴിഞ്ഞ ഉടൻ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു. അടുത്ത ഏഷ്യൻ ഗെയിംസിൽ നമ്മൾ ജയിച്ചിരിക്കും എന്നുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസവും ആ ഒരു വിൽ ടു വിന്നും ഉണ്ടായിരുന്നതാണ് ടീമിന്. അദ്ദേഹം അത് തന്നെ പറഞ്ഞു. ഇത്തവണയും ആ ആത്മവിശ്വാസം തന്നെയായിരുന്നു അദ്ദേഹത്തെ നയിച്ചിരുന്നത്. ആ ആത്മവിശ്വാസത്തോടെ ഇറങ്ങിയത്. അന്ന് തന്നെ പറഞ്ഞു, അന്ന് നമ്മുടെ ഡിഫൻസീവിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് വെച്ചിട്ടാണ് അന്ന് നമുക്ക് സെമി ഫൈനൽ വരെ എത്താൻ പോലും കഴിയാതെ 8ാമത്തെ സ്ഥാനം ഉണ്ടായിരുന്നുള്ള അത്. അങ്ങനെ ഒരു ദുർഗതി നമുക്കുണ്ടാകാനുള്ള കാരണം ഈ സംവിധാനം കളിയുടെ ശൈലി മാറിയതോടുകൂടിയാണ്. ഇപ്പോൾ അതല്ല. ഇപ്പോൾ ഈ 15 മിനിറ്റ് സമയം കൊണ്ട് ഒരു മികച്ച നമ്മുടെ മൊത്തം കളി അപഗ്രഥിച്ച് നോക്കിയാൽ മനസ്സിലാകുന്നതാണ്. പ്രത്യേകിച്ച് കൊറിയയോടുള്ള സെമി ഫൈനലിൽ കളിച്ച കളി ഫൈനലിനേക്കാൾ നല്ല കളിയായിരുന്നു. ഏറ്റവും നല്ല പെർഫോമൻസ് ആയിരുന്നു. ഒത്തിണക്കം, ഗതിവേഗം, പന്ത് മാറുന്ന ആ ശൈലി ഒക്കെ തന്നെ പണ്ട് കാലത്തെ ധ്യാൻ സിംഗിൻ്റെ കാലത്തിലേക്ക് നമ്മളൊരു എത്തിനോട്ടം വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹോക്കിയെ സംബന്ധിച്ചിടത്തോളം ഒരു മാറ്റമുണ്ട്. ഇനി ഇപ്പോൾ വിനോദ് പറഞ്ഞതുപോലെ ഈ 2 കൊല്ലം കൊണ്ട് നേടിയെടുക്കാനുള്ളത് യൂറോപ്യൻ ടീമിനോട് കിടപിടിക്കത്തക്ക രീതിയിൽ, അവർക്കൊപ്പം മത്സരിക്കത്തക്ക രീതിയിൽ നമ്മുടെ സംവിധാനങ്ങൾ മാറ്റിയെടുക്കണം. അതിന് വേണ്ടത് നല്ല സ്പീഡുണ്ടാക്കുക, പന്ത് കൈകാര്യം ചെയ്യുന്ന സംവിധാനം ഉണ്ടാക്കുക, ഒരുപാട് മാച്ച് പ്രാക്ടീസ് വേണം, കളിക്കാനുള്ള അവസരം വേണം. അല്ലാതെ നമ്മൾ എത്രത്തോളം കോച്ചിങ് ക്യാമ്പുകൾ കൊടുത്ത് അതുകൊണ്ടല്ല. കാരണം അത്ലറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം ഇതാണ്. ടിൻഡു ലൂക്കയ്ക്ക് ഒരു 4 മത്സരങ്ങൾ
ഇതിനു മുമ്പ് ഒരു യൂറോപ്യൻ സർക്യൂട്ടിൽ ഒരു 4 മത്സരം കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോഴുള്ള ആ ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം പീസ് ജഡ്ജ് ചെയ്യാനും മുന്നിലോടുന്ന ആളിനെ കരുതി ഓടുവാനുമുള്ള ഒരു പ്രത്യേക കഴിവ് അവിടെ നിന്ന് ലഭിക്കും. നമ്മൾ എത്രത്തോളം നമ്മുടെ ആൾക്കാരുമായിട്ട് മാത്രം സ്ഥിരമായിട്ട് പരിശീലിച്ചാലും ഒരിക്കലും ആ ഒരു നിലവാരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പോൾ അത് വേണ്ടത് ഈ ഇപ്പോൾ നിലവാരത്തിലേക്ക് എത്തിയിരിക്കുന്ന ആൾക്കാരെയൊക്കെ തന്നെ റിയോ മുന്നിൽ കണ്ടിട്ട് ഇവർക്കൊക്കെ ഒരുപാട് അവസരം കൊടുക്കണം, ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുക്കാനായിട്ട്. യൂറോപ്യൻ സർക്യൂട്ടിലൊക്കെ എത്രയോ മത്സരങ്ങളുണ്ട്. അതിന് ഇവിടുന്ന് പോരാ, ഈ ഒഫീഷ്യൽസിൻ്റെ കഴിവുകൊണ്ട് മാത്രം പോരാ, പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് ഗ്രൂപ്പുകളുമുണ്ട്. അവരുമായിട്ട് ബന്ധപ്പെട്ടാൽ ഇതൊക്കെ സ്വാഭാവികമായിട്ടും, കാരണം അവരും ഈ പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് ഗ്രൂപ്പുകാരും നമ്മുടെ ഒരു വിളിക്കായി കാത്തിരിക്കുകയാണ്. നമ്മൾ നിലവാരമുള്ള ഒരു 4 അത്ലറ്റുകളെ പങ്കെടുപ്പിക്കുകയാണ്, സാമ്പത്തിക നേട്ടം ഈ ഗ്രൂപ്പിനുമുണ്ട്. അതുകൊണ്ട് ഈ ഗീവ് ആൻഡ് ടേക്ക് പോളിസി പോലെ അവർ നമ്മളെ സഹായിക്കാൻ വരികയും നമുക്കതുകൊണ്ട് നേട്ടം ഉണ്ടാകുകയും ചെയ്യുന്നു. പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചടങ്ങുകളായിട്ട് മത്സരം നടക്കുന്നതിന് 2 മാസം മുമ്പ് എല്ലാവരെയും ഒന്ന് സംഘടിപ്പിച്ചിട്ട് പട്ടിയാലയിൽ ഒരു ക്യാമ്പ്, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് LNCപ്പിലൊരു ക്യാമ്പ്, ഇങ്ങനെ ഓരോരോ ക്യാമ്പ് വെച്ചിട്ട് നടത്തുകയാണ്. അതല്ല വേണ്ടത്. ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ നേരത്തെ കണ്ടെത്തണം. ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. ബോബി പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ദേശീയ ഗെയിംസ് നടക്കേണ്ടിയിരുന്നത് തീർച്ചയായിട്ടും ഈ ഇഞ്ചോൺ ഗെയിംസിന് തൊട്ട് മുമ്പിലായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് ഏറ്റവും മികച്ച ടാലൻറ്റുകളെ കിട്ടുമായിരുന്നു, ഏറ്റവും നല്ല ടീമിനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു, അവർക്കുള്ള അവസരവും കിട്ടുമായിരുന്നു. അതൊക്കെ നഷ്ടപ്പെടുത്തി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ലോകത്തെ എല്ലാ മത്സര സീസണും കഴിഞ്ഞ് കലണ്ടറിൽ ഓഫ് സീസൺ വരുമ്പോഴാണ് നമ്മൾ നാഷണൽ ഗെയിംസ് നടത്താൻ പോകുന്നത്. ആർക്കാണ് നേട്ടമെന്ന് ആർക്കും അറിയില്ല. ഇതൊക്കെ ഭാവനാ ദാരിദ്ര്യം കൊണ്ട് സംഭവിക്കുന്ന അപകടങ്ങളാണ്. ബോബി അലോഷ്യസ്, അക്കാര്യത്തിൽ കൂടുതൽ നമുക്ക് പറ്റുന്ന വീഴ്ചകളെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? വ്യക്തിപരമായി നല്ല പ്രകടനം നടത്താൻ ശേഷിയുള്ള ആളുകൾ പോലും പിറകിലായി പോകുന്നതിൻ്റെ കാരണങ്ങൾ ആരിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്?